സോണി പിക്ചേഴ്സിന്റെ പ്രൊഡക്ഷനിൽ പുറത്തിറങ്ങിയ ജുമാൻജി എന്ന മൂവി സീരീസിലെ മൂന്നാമത്തെ സിനിമയായ ജുമാൻജി ദ നെക്സ്റ്റ് ലെവൽ എന്ന മൂവിയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഇതിനു മുമ്പ് ഇറങ്ങിയ 2 ജുമാൻജി സിനിമകളും ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർക്ക് മുകളിൽ വരുന്ന ഐ കാർഡിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിലോ ക്ലിക്ക് ചെയ്ത് കാണാവുന്നതാണ്. രണ്ടും കാണാൻ പറ്റിയില്ലെങ്കിലും ഇതിന് തൊട്ടു മുമ്പ് ഇറങ്ങിയ വെൽക്കം ടു ദ ജംഗിൾ എന്ന മൂവിയെങ്കിലും കാണാൻ ശ്രമിക്കുക. അങ്ങനെ മുമ്പത്തെ സംഭവങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ 3 വർഷമായിരിക്കുകയാണ്. ആ കൂട്ടുകാർ 4 പേരും പല സ്ഥലങ്ങളിലായിട്ടാണ് ഇപ്പോൾ താമസിക്കുന്നത്. ഒരു ദിവസം ബെത്തനി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നമുക്ക് പഴയതുപോലെ ഒന്നുകൂടി കൂടാമെന്നും ഞാൻ നാട്ടിലേക്ക് വരുന്നുണ്ടെന്നും മെസ്സേജ് ഇടും. ഇത് കാണുന്ന എല്ലാവർക്കും വളരെയേറെ സന്തോഷമാകുമെങ്കിലും സ്പെൻസറിന് മാത്രം അത് കണ്ടിട്ട് അത്ര സന്തോഷമൊന്നുമില്ല. അന്നത്തെ ദിവസം രാത്രി അവൻ വീട്ടിലേക്ക് പോകുമ്പോൾ ബെത്തനിയുടെ ഇൻസ്റ്റയിലെ ഫോട്ടോയൊക്കെ എടുത്തു നോക്കുകയാണ്. മുമ്പ് ലവേഴ്സ് ആയിരുന്നുവെങ്കിലും ഇപ്പോൾ അവർ തമ്മിൽ അത്ര കോണ്ടാക്ട് ഒന്നുമില്ല. അവൻ അതിന്റെ ഒരു വിഷമത്തിലും കൂടിയാണ്. അങ്ങനെ രാത്രി വീട്ടിലെത്തിയ ശേഷം അപ്പൂപ്പനും അവനും ഉറങ്ങാൻ പോവുകയാണ്. നോക്കുമ്പോൾ നാളെ ഒന്ന് കൂടാൻ നീ ഉണ്ടാവില്ലെന്ന് സ്പെൻസറിനോട് ഫ്രിഡ്ജ് ചോദിച്ചിരിക്കും. അവൻ എന്ത് പറയണമെന്നറിയാതെ ഇരിക്കുമ്പോൾ അവന്റെ അമ്മ അവിടേക്ക് വരികയും നാളെ രാവിലെ ഞാൻ ജോലിക്ക് പോകുമെന്നും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊള്ളണമെന്നും അവനോട് പറയുന്നു. ചിലപ്പോൾ ഞാനും നാളെ കൂട്ടുകാരോടൊപ്പം പുറത്തു പോകുമെന്ന് അവൻ അമ്മയോടൊപ്പം പറയുകയും അതിന് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ അവിടെ നിന്ന് പോവുകയും ചെയ്യും. അങ്ങനെ അപ്പൂപ്പനും അവനും കൂടി അന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുകയാണ്. ഇതിനിടെ നിന്റെ പഴയ കാമുകിയുമായിട്ട് നീ ഇപ്പോഴും കമ്പനിയൊക്കെ ഉണ്ടോ എന്ന് അപ്പൂപ്പൻ ചോദിക്കും. ഇപ്പൊ അത്ര കമ്പനിയൊന്നും ഇല്ല, ഒരു കോണ്ടാക്റ്റും ഇല്ലാതെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്, ഇനി ഒന്നിക്കുമോ എന്ന് പോലും ഉറപ്പില്ലെന്നൊക്കെ അവൻ പറയും. മോനെ, നിനക്ക് ഞാനൊരു ചെറിയ ഉപദേശം തരാം. നിന്റെ ഈ പ്രായമാണ് ഏറ്റവും നല്ല പ്രായം. ഈ പ്രായത്തിൽ നിനക്ക് അടിച്ചു പൊളിക്കാം. പക്ഷെ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഉത്തരവാദിത്തങ്ങളും മറ്റുമൊക്കെ ആയിട്ട് ലൈഫ് എൻജോയ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഇപ്പൊ എന്തെങ്കിലും സന്തോഷിക്കാൻ കഴിയുമെങ്കിൽ മാക്സിമം സന്തോഷിക്കാനൊക്കെ അവന്റെ എഡ്ഡി അപ്പൂപ്പൻ പറയുന്നു. അതൊക്കെ കഴിഞ്ഞ് അന്ന് പാതിരാത്രി ആവുമ്പോൾ അപ്പൂപ്പൻ നന്നായി ഉറങ്ങുകയാണ്. എന്നാൽ സ്പെൻസർ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് കിടക്കുകയും ഉറക്കം വരാത്തത് കൊണ്ട് എഴുന്നേറ്റ് നേരെ താഴെയുള്ള ഹാളിലേക്ക് ചെന്ന് അവിടെ ഇരുന്ന് ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. കുറെ നേരം ഇരിക്കുമ്പോൾ അവന് പെട്ടെന്നൊരു കാര്യം ഓർമ്മ വരികയും അവൻ നേരെ വീടിന്റെ അണ്ടർഗ്രൗണ്ടിലേക്ക് ഇറങ്ങി ചെന്ന ശേഷം അവിടെ ഇരുന്ന ഒരു പെട്ടിയെടുത്ത് വെച്ച ശേഷം അത് തുറക്കുകയും അതിനുള്ളിൽ മുമ്പ് അവർ തകർത്ത ജുമാൻജി പെട്ടി ഇരിക്കുന്നതായി കാണുകയും ചെയ്യും. ശേഷം അവൻ വളരെ പേടിയോടെ അതിന്റെ ഡിസ്ക് എടുക്കുന്നു. പിന്നീട് കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെയാണ്. ഒത്തുകൂടാമെന്ന് പറഞ്ഞിരുന്ന റെസ്റ്റോറന്റിലേക്ക് മാർത്ത എത്തുകയും അവൾ അവിടേക്ക് കയറി ചെന്ന് ബെത്തനിയെ കാണുകയും സന്തോഷത്തോടെ നിൽക്കുന്നതിനിടെ ഫ്രിഡ്ജ് അവിടേക്ക് വരികയും അവർക്ക് വളരെയേറെ സന്തോഷമാവുകയും ചെയ്യും. അങ്ങനെ അവർ അവിടെ ഇരുന്ന് ഇത്രയും നാൾ അവരുടെ ജീവിതത്തിൽ നടന്ന പല കാര്യങ്ങളും പരസ്പരം പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. നീയും സ്പെൻസറും ഇപ്പോൾ എങ്ങനെയാണെന്നൊക്കെ ഫ്രിഡ്ജ് ചോദിക്കുമ്പോൾ നമ്മളിപ്പോ അകന്നാണെന്നും അവൻ എന്നോടൊന്നും മിണ്ടാറില്ലെന്നും ഒക്കെ വാർത്ത പറയും. ഞാൻ അവനോട് ഇന്ന് നമ്മുടെ മീറ്റപ്പിന് വരാനൊക്കെ പറഞ്ഞിരുന്നു, പക്ഷെ അവനെ ഇന്ന് ഇതുവരെ കണ്ടിട്ടില്ല, നമുക്ക് അവനെ ഒന്ന് തപ്പി നോക്കിയാലോ എന്നൊക്കെ അവർ പറയുന്നു. ഈ സമയം എഡ്ഡി അപ്പൂപ്പൻ വീട്ടിലാരോ കോളിംഗ് ബെൽ അടിക്കുന്നത് കേട്ട് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുകയും അയാൾ താഴേക്ക് ചെന്ന് നോക്കുമ്പോൾ അത് തന്റെ പഴയ കൂട്ടുകാരനായ മൈലോ ആണെന്ന് മനസ്സിലാവുകയും ചെയ്യും. മൈലോയെ കാണുന്ന എഡ്ഡിക്ക് ആകെ ദേഷ്യമാവുന്നു. അങ്ങനെ അവർ ഓരോന്ന് സംസാരിച്ചുകൊണ്ടൊക്കെ അവിടെ ഇരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ മൈലോയും എഡ്ഡി അപ്പൂപ്പനും പണ്ട് ഒരു റെസ്റ്റോറന്റ് നടത്തിയിരുന്നു. നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ മൈലോ ആ റെസ്റ്റോറന്റ് നിർത്തിയിട്ട് പോയി. അതിനുശേഷം എഡ്ഡിക്കും ആ റെസ്റ്റോറന്റ് നിർത്തേണ്ടി വന്നു. അതിന്റെ ദേഷ്യം ഇപ്പോഴും എഡ്ഡി അപ്പൂപ്പന് മൈലയോടുണ്ട്. നിന്നെ ഇനി കാണുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ല, എനിക്കിങ്ങനെ വീട്ടിൽ ചടഞ്ഞുകൂടിയിരിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല, നീ അന്ന് നിർത്തിയിട്ട് പോയില്ലായിരുന്നെങ്കിൽ നമുക്ക് ആ റെസ്റ്റോറന്റ് ഇന്നും നല്ല പോലെ നടത്താൻ പറ്റുമായിരുന്നു എന്നൊക്കെ എഡ്ഡി അപ്പൂപ്പൻ പറയുകയാണ്. എടാ, നമുക്കൊക്കെ ഒരുപാട് പ്രായമായി, നമ്മളൊക്കെ പെൻഷനായി വീട്ടിൽ ഇരിക്കേണ്ടവരാണ്, ഈ പ്രായത്തിലൊന്നും പണി ചെയ്യുന്നത് നല്ല കാര്യമല്ലെന്നൊക്കെ മൈലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് വീണ്ടും ആരോ കോളിംഗ് ബെൽ അടിക്കുന്നതായി കേട്ട് എഡ്ഡി അപ്പൂപ്പൻ ചെന്ന് വാതിൽ തുറന്നു നോക്കുമ്പോൾ സ്പെൻസറിന്റെ കൂട്ടുകാരാണ് എത്തിയിരിക്കുന്നത്. ആഹാ, നിങ്ങളായിരുന്നോ, കേറി വന്നൊക്കെ പറഞ്ഞ് അപ്പൂപ്പൻ അവരെ അകത്തേക്ക് ക്ഷണിക്കുന്നു. അങ്ങനെ അവർ വീട്ടിന്റെ ഉള്ളിലേക്കൊക്കെ കയറി നിൽക്കുന്നതിനിടെ മാർത്ത നൈസായിട്ട് സ്പെൻസറിന്റെ റൂമിലേക്ക് കയറി ചെല്ലും. എന്നാൽ ആ റൂമിലെങ്ങും അവനെ കാണാൻ കഴിയുന്നില്ല. പെട്ടെന്ന് ബത്തനിയും അവിടേക്ക് കയറി വരികയും അവനെ ഇവിടെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതിനിടെ ജുമാൻജിയിൽ നിന്ന് വരുന്ന പ്രത്യേക ശബ്ദം അവർ കേൾക്കുകയും എല്ലാവരും ഞെട്ടിപ്പോവുകയും ചെയ്യും. നിങ്ങൾ ആ ശബ്ദം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഓടി വരികയും അത് എവിടെ നിന്നാണ് കേൾക്കുന്നതെന്ന് നോക്കി അവർ ചെല്ലുന്നത് അണ്ടർഗ്രൗണ്ടിലുള്ള ജുമാൻജി പെട്ടിയുടെ അടുത്തേക്കാണ്. ഇതെങ്ങനെ ഇവിടെ എത്തിയെന്നൊക്കെ അവർ ചോദിക്കുമ്പോൾ കണ്ടിട്ട് അവനിത് കൊണ്ടുവന്ന് ശരിയാക്കിയതുപോലെയൊക്കെ തോന്നുന്നുണ്ടെന്ന് അവർ പറയും. എന്നിട്ടിപ്പോ അവൻ എവിടെ പോയെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഫോൺ എടുത്ത് സ്പെൻസറിനെ വിളിച്ചു നോക്കുമ്പോൾ അവരുടെ തൊട്ടടുത്ത് നിന്ന് ഫോണിന്റെ ബെല്ല് കേൾക്കുകയും ഫോൺ അവിടെ തന്നെ ഉള്ളതായി അവർക്ക് മനസ്സിലാവുകയും ചെയ്യും. അവൻ ഇവിടെ നിന്ന് പുറത്തു പോയതായിട്ട് തോന്നുന്നില്ല, എനിക്ക് തോന്നുന്നു അവൻ വീണ്ടും ജുമാൻജിക്ക് ഉള്ളിലേക്ക് പോയിട്ടുണ്ടാവും. ഇത് കേട്ട് അവർക്കെല്ലാം പേടിയാവുകയും മുമ്പ് ജുമാൻജിയിൽ നടന്ന കാര്യമൊക്കെ പറഞ്ഞ് വഴക്ക് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ മാർത്ത അവിടേക്ക് വന്ന് ഇപ്പൊ ഇതൊന്നും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലെന്നും അവന് എങ്ങനെ തിരിച്ചു വരുമെന്നും ചോദിക്കുമ്പോഴാണ് അവന് ഒറ്റയ്ക്ക് വരാൻ കഴിയില്ലെന്ന് അവർക്ക് മനസ്സിലാവും. ഇതോടെ മാർത്ത ഗെയിമിനടുത്തേക്ക് ചെന്ന് നമുക്ക് പോയി അവനെ തിരിച്ചു കൊണ്ടുവരണമെന്ന് പറയുമ്പോൾ അതൊന്നും നടക്കില്ലെന്നൊക്കെ ഫ്രിഡ്ജ് പറയും. പറ്റും, നമ്മളൊരിക്കൽ പോയിട്ടുള്ളതല്ലേ, നമുക്ക് അവിടുത്തെ കാര്യങ്ങളെല്ലാം അറിയാമല്ലോ, നമുക്കാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ അവൻ എന്തായാലും നമ്മളെ രക്ഷിക്കാൻ വരില്ലേ, അതുപോലെ നമ്മൾ പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവർ അതിന് തയ്യാറാവുകയും തകർന്നു കിടന്ന ആ ഗെയിം കളിക്കാൻ ശ്രമിക്കുന്നതിനിടെ ഗെയിമിൽ എന്തോ ഷോർട്ടായി അവർ ഓരോരുത്തരായി ആ ഗെയിമിന്റെ ഉള്ളിലേക്ക് കയറി പോകാൻ തുടങ്ങുന്നു. നമ്മൾ ക്യാരക്ടറിനെ പോലും സെലക്ട് ചെയ്തില്ലല്ലോ, പിന്നെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാതെ അവർ ഉള്ളിലേക്ക്
ഗെയിമിലേക്ക് പോകുന്നു. എന്നാൽ ബെത്തനി അപ്പോഴും ഗെയിമിൽ എത്താതെ അവിടെ തന്നെ നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ജുമാൻജിയിലേക്ക് നേരെ ചെന്ന് വീഴുന്ന റൂബിയുടെ ക്യാരക്ടറാണ്. ആ ക്യാരക്ടർ കിട്ടിയിരിക്കുന്നത് മാർത്തയ്ക്കാണ്. നോക്കുമ്പോൾ തന്റെ പിന്നിൽ സ്പെൻസർ നിൽക്കുന്നത് കണ്ട് നീ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് അവൾ ചോദിക്കുമ്പോൾ സ്പെൻസറോ ഇതെന്തൊക്കെയാ ഈ സംഭവിക്കുന്നതെന്നൊക്കെ അവൻ വിളിച്ചു ചോദിക്കുന്നു. പെട്ടെന്ന് അവിടുന്ന് അടുത്ത ക്യാരക്ടർ എഴുന്നേൽക്കുകയും എഡി നീ എവിടെയാന്ന് വിളിച്ചു ചോദിക്കുകയും ചെയ്യുന്നു. ഇത് കേട്ട് എഡി അപ്പൂപ്പൻ നീ ആരാന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ഞാൻ മൈലോ ആണെന്ന് പറയുമ്പോൾ ക്യാരക്ടറുകൾ മാറി എഡി അപ്പൂപ്പനും മൈലോ അപ്പൂപ്പനും ഈ രണ്ട് ക്യാരക്ടറുകളായെന്ന് അവൾക്ക് മനസ്സിലാവും. നിങ്ങൾ എഡി അപ്പൂപ്പനാണല്ലേ, ഇത് മൈലോ അപ്പൂപ്പനും. നിങ്ങൾക്ക് ഒരു കാര്യവും മനസ്സിലായിട്ടുണ്ടാവില്ല, ഞാനൊന്ന് വിശദീകരിക്കാമെന്നൊക്കെ അവൾ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതിനിടെ മൈലോയുടെ മണ്ടയ്ക്ക് അടുത്ത ക്യാരക്ടർ വന്നു വീഴുന്നു. ഉടൻ നീ ബെത്തനിയാണോ എന്ന് അവൾ ചോദിക്കുകയും ക്യാരക്ടർ മാറിയെന്ന് മനസ്സിലാവുന്ന അവൻ ആകെ ഭ്രാന്ത് പിടിച്ച ശേഷം ഞാൻ ഫ്രിഡ്ജ് ആണെന്ന് പറയുകയും ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ ഇവരൊക്കെ ആരാന്ന് ഫ്രിഡ്ജ് ചോദിക്കുമ്പോൾ അത് എഡി അപ്പൂപ്പനും മറ്റേത് മൈലോയുമാണെന്ന് അവൾ പറയുന്നു. അപ്പോൾ സ്പെൻസറും ബെത്തനിയും ഒക്കെ എവിടെ പോയി അതെനിക്കും അറിയില്ല, ആ ഗെയിം ബോക്സ് തകർന്നതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നൊക്കെ അവൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോ എന്തൊക്കെയാ സംഭവിക്കുന്നതെന്നൊക്കെ എഡി അപ്പൂപ്പൻ ചോദിക്കുമ്പോൾ ഞാനത് വിശദീകരിക്കാമെന്നും യഥാർത്ഥത്തിൽ നമ്മളിപ്പോ ഒരു ഗെയിമിനകത്താണെന്നും ഈ ഗെയിമിലെ ഓരോ ക്യാരക്ടറായിട്ടാണ് നമ്മൾ മാറിയിരിക്കുന്നതെന്നും ഒക്കെ അവൾ പറയുന്നു. ഒരിക്കൽ നമ്മൾ ഇത് കളിച്ചിട്ടുണ്ട്, അന്ന് ഞാൻ നിങ്ങളായിരുന്നു, നമുക്ക് എങ്ങനെയെങ്കിലും സ്പെൻസറിനെ കണ്ടെത്തണം. ഓഹോ അവനും ഇവിടെ ഉണ്ടോന്ന് അവർ ചോദിക്കുമ്പോൾ അവനെ തേടിയാണ് നമ്മൾ വന്നതെന്നും അബദ്ധത്തിൽ നിങ്ങൾ ഇതിന്റെ അകത്തേക്ക് വന്നതാണെന്നും ഒക്കെ അവർ പറയുന്നു. അങ്ങനെ അവർ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ മൈല അപ്പൂപ്പൻ പതിയെ നടന്ന് വെള്ളത്തിൽ കിടക്കുന്ന കാണ്ടാമൃഗത്തിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഇത് മറ്റുള്ളവർ കാണുകയും അവിടെ നിന്ന് മാറിക്കോ ഇല്ലെങ്കിൽ പണി കിട്ടുമെന്നൊക്കെ വിളിച്ചു പറയുകയും ചെയ്യുന്നു. എന്നാൽ അയാളാണെന്ന് കേൾക്കാതെ നിൽക്കുന്നതിനിടെ കാണ്ടാമൃഗം മൈലോയെ ആക്രമിക്കാൻ വരികയും ബത്തനി അവനെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പോഴേക്കും ഫ്രിഡ്ജ് എങ്ങനെയെങ്കിലും ഒക്കെ അതിനെ അവിടെ നിന്ന് ഓരോന്ന് എറിഞ്ഞ് ഓടിച്ചു വിടുന്നു. എന്റെ അമ്മോ ഇതൊക്കെ എന്താന്നൊക്കെ അവർ ചോദിക്കുമ്പോൾ അതൊരു ഹിപ്പോപ്പൊട്ടാമസ് ആയിരുന്നു എന്നും അതിന് വലിയ വേഗതയാണെന്നും ഒക്കെ പറഞ്ഞ് അതിനെപ്പറ്റി മൈലോ വിശദീകരിക്കാൻ തുടങ്ങും. ആ ക്യാരക്ടറിന്റെ കഴിവ് വെച്ചാണ് ഇതൊക്കെ പറയുന്നതെന്ന് അപ്പോൾ തന്നെ മറ്റേ രണ്ടുപേർക്കും മനസ്സിലാവും. എല്ലാം പറഞ്ഞു കഴിഞ്ഞ് ഇതിനെപ്പറ്റി ഇത്രയും കാര്യങ്ങളൊക്കെ എനിക്ക് എങ്ങനെ അറിയാമെന്നൊക്കെ അയാൾ സ്വന്തമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊരു സുവോളജിസ്റ്റ് ആണ്, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. പിന്നെ എല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് വളരെ അപകടം പിടിച്ചൊരു സ്ഥലമാണ്, നിങ്ങൾ രണ്ടുപേരും എപ്പോഴും ജാഗ്രതയോടെ ഇരിക്കണം. ഞാനും മാർത്തയും മുമ്പ് വന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഈ സ്ഥലത്തെ പറ്റി നന്നായി അറിയാമെന്ന് പറയുന്നതിനിടെ ഒരു വലിയ പാമ്പ് വന്ന് അവനെ കടിച്ച് കൊത്തി എടുത്തുകൊണ്ട് പോകുന്നു. അവരെല്ലാവരും ആകെ ഞെട്ടി പേടിച്ച് നിൽക്കുന്നതിനിടെ ആകാശത്ത് നിന്ന് വീണ്ടും ഫ്രിഡ്ജ് താഴേക്ക് വന്ന് വീഴുകയും അവന്റെ ഒരു ജീവൻ പോയിട്ടുള്ളതായി കാണുകയും ചെയ്യുന്നു. പെട്ടെന്ന് നോക്കുമ്പോൾ അതുവഴി ഒരു വിമാനം പോകുന്നതായി കാണുകയും ഇതിനുള്ളിൽ ആരാ വിമാനം പറത്തുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവർ അപ്പോൾ തന്നെ ആ പ്ലെയിൻ പോയ സ്ഥലത്തേക്ക് ഓടുകയും ചെയ്യുന്നു. ഓടി ഒടുവിൽ ആ പ്ലെയിൻ ലാൻഡ് ചെയ്ത സ്ഥലത്തേക്ക് അവർ എത്തുകയും നോക്കുമ്പോൾ അതിനുള്ളിൽ ഗെയിമിലെ NPC ക്യാരക്ടർ ഇരിക്കുന്നതായി കാണുകയും ചെയ്യും. നോക്കി നിൽക്കാതെ വന്ന് കയറാൻ അയാൾ വിളിച്ചു പറയുകയും അവരെല്ലാവരും വിമാനത്തിൽ കയറി അവിടെ നിന്ന് നേരെ പറന്ന് പോവുകയും ചെയ്യുന്നു. ശേഷം അയാൾ അവരോടൊക്കെ സംസാരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും തിരിച്ചു വന്നതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. ജുമാൻജി വീണ്ടും ഒരു അപകടത്തിൽ പെട്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് മാത്രമേ ജുമാൻജിയെ സഹായിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ അയാൾ പറയുമ്പോൾ എഡി അപ്പൂപ്പൻ അയാളോട് ഓരോ കാര്യങ്ങൾ ചോദിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ അയാളാണെന്നും കേൾക്കാതെ ജുമാൻജിയിലേക്ക് സ്വാഗതമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അയാളോട് ഇങ്ങനെയൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല, അയാൾ ഒരു NPC ക്യാരക്ടറാണ്, അയാൾക്ക് ഫീഡ് ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അയാൾ പറയൂ, നമ്മൾ ചോദിക്കുന്നതൊന്നും പറയാൻ അയാൾക്ക് കഴിവില്ലെന്നൊക്കെ അവർ പറയും. നിങ്ങൾ ഇത്തവണ ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുള്ള ആ കത്തിലുണ്ട്, അതൊന്ന് ഉറക്കെ വായിക്കാൻ അയാൾ വിളിച്ചു പറയുന്നു. എനിക്ക് നീ ഒരു കത്തും തന്നില്ലെന്നൊക്കെ എഡി അപ്പൂപ്പൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അയാളുടെ കയ്യിൽ ഒരു കത്തിരിക്കുന്നത് അവർ കാണുകയും അത് അയാൾ ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. അങ്ങനെ എഡി അപ്പൂപ്പൻ അത് വായിക്കാൻ തുടങ്ങുന്നു. ഈ സമയം ഒരു കട്ട് സീനാണ് കാണിക്കുന്നത്. ജുമാൻജി വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. വളരെ സമൃദ്ധിയോടെ ഈ ജുമാൻജി ഇങ്ങനെ നിൽക്കാൻ കാരണം ഫാൽക്കൺ എന്ന ഒരു രത്നമാണ്. ആ രത്നം ഗ്രാമത്തിലെ മൂപ്പന്റെ കഴുത്തിലാണ് ഇട്ടിരുന്നത്. നൂറ്റാണ്ടുകളായി ആ ഗ്രാമവാസികളാണ് ഇത് സൂക്ഷിക്കുന്നത്. ആ രത്നത്തിൽ സൂര്യന്റെ വെളിച്ചമടിക്കുന്നത് കൊണ്ടാണ് ജുമാൻജിയിൽ വെള്ളവും കൃഷിയുമെല്ലാം നല്ല രീതിയിൽ നിലനിൽക്കുന്നത്. എന്നാൽ അതിനിടയ്ക്ക് ഒരു ശത്രു ജുമാൻജിയിലേക്ക് എത്തി. വളരെ ക്രൂരനായ ഒരാളാണ് അയാൾ തന്റെ സൈന്യവുമായി വന്ന് ആ ഗ്രാമത്തിലുണ്ടായിരുന്ന എല്ലാവരെയും ആക്രമിച്ചു. ശേഷം ഗ്രാമത്തലവന്റെ കഴുത്തിൽ നിന്ന് ആ രത്നം അടിച്ചുമാറ്റി എടുക്കുകയും സൂര്യപ്രകാശം തട്ടാത്ത തരത്തിൽ ഒരു പെട്ടിക്കുള്ളിൽ അടച്ച് താക്കോൽ ഒളിപ്പിക്കുകയും ആ രത്നത്തിന് ചെന്നായികളെ കാവൽ നിർത്തുകയും ചെയ്തു. ഇതോടെ ജുമാൻജി മുഴുവൻ വരണ്ടുണങ്ങി. അത് കാരണമാണ് ഞാൻ നിങ്ങൾക്ക് കത്തെഴുതിയത്. നിങ്ങൾ സഹായിച്ചെങ്കിൽ മാത്രമേ ജുമാൻജിയെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുള്ളൂ എന്ന് അതിൽ കാണിക്കുന്നു. ഇത് കേട്ട് അവരുടെ കിളി പോയിരിക്കുകയാണ്. നിങ്ങൾ ആ രത്നം ആ വില്ലന്റെ കയ്യിൽ നിന്ന് തിരിച്ചെടുത്ത് അതിൽ സൂര്യപ്രകാശം തട്ടിപ്പിക്കണം. ശേഷം ജുമാൻജി എന്ന് പറഞ്ഞെങ്കിലേ നിങ്ങൾ ഈ ഗെയിമിൽ ജയിക്കുള്ളൂ എന്ന് അയാൾ പറയും. ഇതാ നിങ്ങളുടെ ഇവിടുത്തെ മാപ്പ്, എത്രയും പെട്ടെന്ന് ആ രത്നം കണ്ടെത്തലാണ് നിങ്ങളുടെ ജോലി. ഇവിടെ എനിക്ക് വിമാനം ലാൻഡ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് നിങ്ങൾ ചാടിയേ പറ്റുള്ളൂ എന്നൊക്കെ അവൻ പറയുമ്പോൾ അത് പറ്റില്ലെന്നൊക്കെ പറഞ്ഞ് അവർ നിലവിളിക്കുകയും എന്നാൽ അപ്പോഴേക്കും അയാൾ സീറ്റ് ബെൽറ്റുകളെല്ലാം അഴിച്ചു കളഞ്ഞ് റെഡി ആയിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നിലെ ഡോർ തുറന്ന് അവരെ ഓരോരുത്തരെയായി താഴേക്ക് കളഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. വിമാനത്തിൽ നിന്ന് താഴെ തെറിച്ചു വീണ ശേഷം അവർ എഴുന്നേറ്റ് നോക്കുമ്പോഴാണ് അക്കാര്യം മനസ്സിലാവുന്നത്. അവരെല്ലാവരും മരുഭൂമിയാൽ ചുറ്റപ്പെട്ട ആരുമില്ലാത്ത ഒരു സ്ഥലത്താണ് ഉള്ളത്. അങ്ങനെ അവരെല്ലാവരും ഒത്തുകൂടുകയും ഇത് ഏത് സ്ഥലമാണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ, നമ്മൾ ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടും, ഈ വെയിലത്ത് എങ്ങോട്ട് നോക്കി നടക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതിനിടെ ഫ്രിഡ്ജ് അവരെ വിളിച്ച് നിങ്ങൾ ഇതൊന്ന് വന്ന് നോക്കാൻ പറയും. അവിടെ മുഴുവൻ ധാരാളം ഡെസർട്ട്
വണ്ടികൾ കിടക്കുകയാണ്. അങ്ങനെ അവർ ആ വണ്ടികളൊക്കെ നോക്കി നടക്കുകയാണ്. അവിടെ വെച്ച് എഡ്ഡി അപ്പൂപ്പൻ തന്റെ രൂപം കാണുകയും അയാൾ ഞെട്ടിപ്പോവുകയും ചെയ്യും. ഇപ്പൊ എനിക്ക് കിടിലം ബോഡിയാണല്ലോ, ഈ രൂപം തന്നെ മതിയായിരുന്നു എന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സ്പെൻസർ ഇപ്പോ ഗെയിം കളിച്ചു തുടങ്ങിയിട്ടുണ്ട്, നമ്മൾ എത്രയും പെട്ടെന്ന് അവനെ കണ്ട് ഈ ഗെയിം ഫിനിഷ് ചെയ്തിട്ട് പോകണമെന്നൊക്കെ മാർത്തയും ഫ്രിഡ്ജും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ എന്ത് ചെയ്യുമെന്നറിയാതെയൊക്കെ അവർ നിൽക്കുന്നതിനിടെ ദൂരെ നിന്ന് എന്തോ ഒന്ന് ഓടി വരുന്നതായി അവർ കാണുകയും എല്ലാവരും അത് ശ്രദ്ധിക്കുകയും ചെയ്തു. ഉടൻ മൈലോ സംസാരിക്കാൻ തുടങ്ങുകയും ആ വരുന്നതാണ് ഒട്ടക പക്ഷി, അതിന് വലിയ വേഗതയാണ്, ഇതിന് ഒരുപാട് വിഭാഗങ്ങൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞ ശേഷം അല്ല ഇതൊക്കെ എനിക്ക് എങ്ങനെ അറിയാമെന്ന് അയാൾ സ്വന്തമായി ചോദിക്കും. നിങ്ങളൊരു സുവോളജിസ്റ്റ് ആണ്, കഴിഞ്ഞ തവണ ഞാനായിരുന്നു നീ. പെട്ടെന്ന് ആ ജീവിയെ പറ്റി ഒന്ന് പറഞ്ഞു തീർക്കാൻ അവർ പറയുകയും ഇതിന് 45 മൈൽ വേഗതയോളം എടുത്ത് ഓടാൻ കഴിയുമെന്നും ചെറിയ സീനുള്ള സാധനമാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ അത് അടുത്തെത്തുകയും ഉടൻ എഡ്ഡി അപ്പൂപ്പൻ അതിന്റെ അടുത്തേക്ക് ചെന്ന് ഇവിടുന്ന് മാറിപ്പോവാനും ഇത് നമ്മുടെ സ്ഥലമാണെന്നും ഒക്കെ അതിനോട് പറയുകയും ചെയ്യും. ഉടൻ മൈലോ അവരോട് ഇതിന് വേറൊരു രസകരമായിട്ടുള്ള കാര്യമുണ്ടെന്നും അതിനെ പേടിപ്പിക്കാൻ ശ്രമിച്ചാൽ തിരിച്ചാക്രമിക്കുമെന്നും അയാൾ പറയുന്നതിനിടെ അത് എഡ്ഡി അപ്പൂപ്പനെ കൊത്തി അങ്ങ് കൊല്ലുന്നു. ശേഷം അവിടെ നിന്ന് ഓടിപ്പോയിരിക്കുകയാണ്. ഞാൻ പതിയെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് അവൻ മരിച്ചതല്ലേ എന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ എഡ്ഡി വീണ്ടും ആകാശത്ത് നിന്ന് നേരെ അവിടേക്ക് എത്തുന്നു. നിങ്ങളെല്ലാം ഒരു കാര്യം ശ്രദ്ധിച്ചോ, നമ്മുടെ കയ്യിൽ ഈ പച്ച കൊത്തിയിരിക്കുന്ന സാധനം നമ്മുടെ ലൈഫാണ്. 3 ലൈഫാണ് എല്ലാവർക്കും ഉള്ളത്. ഓരോ തവണ മരിക്കുമ്പോഴും അത് കുറയും. നിങ്ങൾക്കും ഫ്രിഡ്ജിനും ഇനി 2 ലൈഫുകളെ ബാക്കിയുള്ളൂ എന്നൊക്കെ മാർത്ത അവരോട് പറയും. പെട്ടെന്ന് ജുമാൻജിയിലെ ആ ശബ്ദം അവർ ചുറ്റും കേൾക്കുകയും എന്തോ സംഭവിക്കാൻ പോവുകയാണെന്ന് മനസ്സിലാവുകയും ചെയ്യുന്നു. അവർ നോക്കുമ്പോൾ ദൂരെ നിന്ന് എന്തോ അവിടേക്ക് വരികയാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ഒട്ടകപക്ഷിയെ പറ്റി ഒരു കാര്യം കൂടി പറയാനുണ്ട്, അവ എപ്പോഴും കൂട്ടമായിട്ടായിരിക്കും യാത്ര ചെയ്യുന്നതെന്ന് മൈലോ പറയുകയും നോക്കുമ്പോൾ വളരെ വേഗത്തിൽ ഒട്ടകപക്ഷികൾ കൂട്ടമായി അവിടേക്ക് വരുന്നത് അവർ കാണുകയും ചെയ്യും. പെട്ടെന്ന് രക്ഷപ്പെടണമെന്ന് പറഞ്ഞ് അപ്പോൾ തന്നെ അവർ ഓടിച്ചെന്ന് അവിടെ കണ്ട 2 വണ്ടികളിലായി 4 പേരും കൂടി കയറുകയും ഇതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് ആകെ വെപ്രാളപ്പെടുകയും ചെയ്യുന്നു. അവർ എല്ലാ സ്വിച്ചിലും ഞെക്കിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒട്ടകപക്ഷികളാണെങ്കിൽ വളരെ വേഗത്തിൽ അവരുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ബട്ടണിൽ ഞെക്കുമ്പോൾ വണ്ടി സ്റ്റാർട്ട് ആവുകയും 2 വണ്ടിയും സ്റ്റാർട്ടാക്കി അപ്പോൾ തന്നെ അവർ പറത്തി വിടാൻ തുടങ്ങുകയും ചെയ്യുന്നു. വളരെ വേഗത്തിൽ അതിന്റെയൊക്കെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് അവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ പക്ഷികൾ അവരുടെ തൊട്ടടുത്തെത്തി വണ്ടിയിൽ കൊത്തിക്കൊണ്ടിരിക്കുന്നു. പറ്റുന്ന തരത്തിൽ വെട്ടിച്ചും തിരിച്ചുമെല്ലാം അവർ വളരെ വേഗത്തിൽ പോവുകയാണ്. ഇതിനിടെ ഒരു പക്ഷി മൈലോയെ കൊത്തി വെളിയിലേക്ക് എടുക്കുകയും എഡ്ഡി അവനെ പിടിച്ചു നിർത്തുകയും ചെയ്യുന്നു. അങ്ങനെ അവർ രണ്ടുപേരും മൈലോയെ പിടിയും വലിയുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ മൈലോയുടെ ബാഗിൽ നിന്ന് കുറെ സാധനങ്ങളൊക്കെ തെറിച്ചു പോവുകയും അതിൽ നിന്ന് വീഴുന്ന ഒരു മിസൈല് പൊട്ടുകയും അത് നേരെ വന്ന് അവരുടെ ഫ്രണ്ടിൽ തന്നെ പതിച്ച് മൈലോ ഒരുവിധം പ്രശ്നമൊന്നുമില്ലാതെ വണ്ടിക്കുള്ളിൽ കയറുകയും ചെയ്യുന്നു. അങ്ങനെ അവർ വണ്ടി പറത്തി വിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടുവെന്ന് ഫ്രിഡ്ജ് പറയുന്നതിനിടെ അവർ മണലിന്റെ മുകളിൽ കൂടി വണ്ടി ചാടിക്കുകയും അവിടെ കിടന്ന മറ്റൊരു വണ്ടിയിലേക്ക് നേരെ ചെന്ന് ഇടിച്ച് അവരുടെ വണ്ടി തകർന്ന് തലകുത്തനെ മറിഞ്ഞ് അവിടെ കിടക്കുകയും ചെയ്യുന്നു. അവർ നോക്കുമ്പോൾ പക്ഷികൾ കൂട്ടമായി അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അവർ പുറത്തിറങ്ങി എന്ത് ചെയ്യുമെന്നറിയാതെ പേടിച്ചു നിൽക്കുമ്പോൾ എഡ്ഡി പാഞ്ഞ് അവിടേക്ക് വരികയും കയറാൻ പറഞ്ഞുകൊണ്ട് അവരെയും കയറ്റി വളരെ വേഗത്തിൽ അതിന്റെയൊക്കെ ഇടയിൽ നിന്ന് ചവിട്ടി വിടുകയും ചെയ്യുന്നു. അങ്ങനെ അവരുടെ കയ്യിൽ നിന്നൊക്കെ വെട്ടിച്ച് തിരിച്ച് അവർ രക്ഷപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ രക്ഷപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടെ തൊട്ടു മുന്നിൽ വലിയ ഒരു കുഴിയുള്ളതായി അവർ കാണുകയും തൊട്ടടുത്ത് കൊണ്ടുചെന്ന് വണ്ടി ഡ്രിഫ്റ്റ് ചെയ്ത് ജസ്റ്റിന് കുഴിയിൽ വീഴാതെ നിർത്തുകയും ചെയ്യും. എന്ത് ചെയ്യുമെന്നറിയാതെ ഇരുന്ന് നോക്കുമ്പോൾ തൊട്ടു മുന്നിൽ വണ്ടി ചാടിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം അവർ കാണുകയും ഇതോടെ ഒരു ഐഡിയ തോന്നുന്ന എഡ്ഡി വണ്ടി തിരിച്ച് നേരെ പുറകിൽ നിന്ന് പാഞ്ഞു വരുന്ന പക്ഷികളുടെ നേർക്ക് ചവിട്ടി വിടുകയും നേരെ ചെന്ന് അവരുടെ തൊട്ടടുത്തെത്തുമ്പോൾ വണ്ടി ഡ്രിഫ്റ്റ് ചെയ്ത് തിരിച്ച് കറക്കിയ ശേഷം ആ ചാടിക്കുന്ന സ്ഥലത്തേക്ക് ആഞ്ഞ് വിടുകയും ചെയ്യുന്നു. പുറകിലിരിക്കുന്നവരെല്ലാം ആകെ പേടിച്ച് നിലവിളിക്കുകയാണ്. അപ്പോഴേക്കും പക്ഷികൾ കൊത്തി കൊത്തി വണ്ടിയുടെ റൂഫ് ഇളക്കി കളയുകയും അതിന്റെ അടുത്ത് എത്തുകയും ചെയ്യുന്നു. നമുക്ക് ഈ കുഴി കടക്കാൻ കഴിയില്ലെന്നൊക്കെ വണ്ടിയിലുള്ളവർ വിളിച്ചു പറയുകയാണ്. അതൊക്കെ ഞാൻ കടത്തി കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് വണ്ടി നേരെ അതിലൂടെ പറത്തി അപ്പുറത്തേക്ക് ചാടുന്നു. എന്നാൽ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ വണ്ടി താഴുകയും ഭിത്തിയിലിടിച്ച് അവർ അപ്പുറത്തെത്തുകയും വണ്ടി കുഴിയിലേക്ക് പോവുകയും ചെയ്യുന്നു. എന്നാൽ അവരെല്ലാം രക്ഷപ്പെട്ട് അപ്പുറത്തെത്തിയിരിക്കുന്നു. അപ്പുറത്ത് നിന്ന് നോക്കുന്ന പക്ഷികളെ നോക്കി എഡ്ഡി ചീത്തയൊക്കെ പറയുകയും കണ്ടോ ഞാൻ ഭയങ്കര സംഭവമാണെന്നും കിടിലമാണെന്നും ഒക്കെ കൂടെയുള്ളവരോടെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. അതെല്ലാം കഴിഞ്ഞ് പിന്നെയും അവർ അവിടെ നിന്ന് മാപ്പിൽ കാണിച്ചിരിക്കുന്ന വടക്ക് ഭാഗത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നടക്കുന്നതിനിടെ മൈലോയും എഡ്ഡിയും പണ്ട് റെസ്റ്റോറന്റ് നടത്തിയപ്പോഴുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നിനക്കിപ്പോഴും എന്നോട് ദേഷ്യമുണ്ടെന്ന് അറിയാം. എടാ നമ്മൾ പ്രായമായതുകൊണ്ട് റിട്ടയർ ആവാൻ സമയമായി, അതുകൊണ്ടാണ് ഞാൻ ആ ബിസിനസ് വിട്ടത്. നീ എന്നോട് ഇത്രയും ദേഷ്യം കാണിക്കല്ലേ എന്നൊക്കെ പറയുമെങ്കിലും എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ലെന്നൊക്കെ പറഞ്ഞ് എഡ്ഡി അയാളോട് ചൂടാവുന്നു. അങ്ങനെ അവർ നടന്ന് വൈകുന്നേരം ആവുമ്പോഴേക്കും മാപ്പിൽ കാണിച്ചിട്ടുള്ള ഒയാസിസ് എന്ന സ്ഥലത്തേക്ക് എത്തുന്നു. നമ്മുടെ ഗെയിമിന്റെ അടുത്ത ലെവൽ ഇനി അവിടെ ആയിരിക്കുമെന്നും നമുക്ക് അവിടേക്ക് ചെല്ലണമെന്നും അവർ പറയും. ഈ സമയം വീട്ടിൽ നിൽക്കുന്ന ബെത്തനി അവൾ എന്തുകൊണ്ടാണ് ഗെയിമിനുള്ളിൽ പോകാത്തതെന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയും ആകെ ഭ്രാന്ത് പിടിച്ച് നിൽക്കുന്നതിനിടെ ഒരു ഐഡിയ തോന്നുന്ന അവൾ അവിടെ നിന്ന് പോവുകയും ചെയ്യും. അവൾ അന്ന് നേരെ ചെല്ലുന്നത് അലക്സിന്റെ വീട്ടിലേക്കാണ്. അവളെ കാണുന്ന അലക്സ് ആകെ ഞെട്ടിപ്പോവുകയും എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറയുകയും ചെയ്യും. അങ്ങനെ അവർ തമ്മിൽ അവിടെ നിന്ന്
സംസാരിക്കുകയാണ്. അവൾ കാര്യങ്ങളെല്ലാം അവനോട് വിശദീകരിക്കുകയും എങ്ങനെയെങ്കിലും ആ മെഷീൻ നേരെയാക്കിയില്ലെങ്കിൽ അവർക്കാർക്കും ചിലപ്പോൾ പുറത്തു വരാൻ കഴിയില്ലെന്നും നീ എന്നെ ഒന്ന് സഹായിച്ചേ പറ്റുള്ളൂ എന്നും അവൾ അലക്സിനോട് പറയുകയും അവൻ അതിന് തയ്യാറാവുകയും ചെയ്യും. അപ്പോഴേക്കും മറ്റുള്ളവർ നടന്ന് ആ ഗ്രാമത്തിൽ എത്തിയിരിക്കുകയാണ്. ഇതിനിടെ അവിടെ വില്ലന്റെ കഴുതപ്പുലികളെ കാണുകയും അവർ ഇവിടെ ഉണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യുന്നു. അങ്ങനെ അവർ അതിനോട് ചേർന്നുള്ള ബാറ് കാണുകയും വില്ലൻ അവിടെ ഉണ്ടാവുമെന്ന് കരുതി അവിടേക്ക് കയറി ചെന്ന് നോക്കുകയും ചെയ്യുന്നു. എന്നാൽ അവിടെ നോക്കി നടക്കുന്നതിനിടെ എഡ്ഡി അപ്പൂപ്പനെ ഒരു പെൺകുട്ടി കാണുകയും അവൾ എഡ്ഡിയുടെ അടുത്തേക്ക് വന്ന ശേഷം നിന്നോട് എനിക്ക് ചിലതൊക്കെ പറയാനുണ്ടെന്നും ഇവിടെ എയർഗന്റെ ആളുകൾ ഉള്ളത് കൊണ്ട് പറയാൻ കഴിയില്ല, അപ്പുറത്തേക്ക് മാറി നിന്ന് പറയാമെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് ഓടിക്കളയും. എഡ്ഡിക്ക് ഒന്നും മനസ്സിലാവാതെ നിൽക്കുമ്പോൾ അവൾ മിക്കവാറും നിങ്ങൾക്ക് ക്ലൂ തരാൻ വന്നതായിരിക്കുമെന്നും അവളുടെ പിറകെ പോയി അടുത്ത ലെവലിലേക്ക് എത്താമെന്നും പറഞ്ഞുകൊണ്ട് അവൾ പോയ വഴിയിലേക്ക് അവർ ചെന്ന് നോക്കുന്നു. അവിടെ ആ രത്നം അടച്ചിട്ടുള്ള പെട്ടി അവർ കാണുകയും അത് ഇവിടെ തന്നെ ഉണ്ടെന്ന് അവർ പറയുകയും ചെയ്യുന്നു. അപ്പോഴേക്കും എയർഗൺ അവിടേക്ക് വരികയും അവിടെയുള്ള കഴുതപ്പുലികൾക്ക് ആഹാരം ഇട്ടുകൊടുക്കുകയും ചെയ്യുന്നു. എന്റെ കൂട്ടുകാരനായ ഡാക്ഫിൻ ഈ കഴുതപ്പുലികളുടെ യജമാനായിരുന്നു. പക്ഷേ അവൻ എന്റെ കയ്യിൽ നിന്ന് വിലപ്പെട്ട ഒരു സാധനം മോഷ്ടിക്കാൻ ശ്രമിച്ചു. അതിന്റെ പേരിൽ അവനെ കൊന്ന് അവന്റെ മാംസം ഈ കഴുതപ്പുലികൾക്ക് തന്നെ ഞാൻ ഇട്ടുകൊടുക്കുന്നു എന്നൊക്കെ എയർഗൺ പറയുകയാണ്. ഇത് കേട്ട് അവരെല്ലാവരും ആകെ ഞെട്ടി നിൽക്കുന്നു. ശേഷം അവൻ എല്ലാവരുടെയും മുന്നിൽ ഓരോ ഡയലോഗൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവിടെ ലൈറ്റ് മുഴുവൻ ഓഫ് ആവുകയും കുറച്ചു സമയത്തിനുള്ളിൽ ഓൺ ആവുകയും ചെയ്യുന്നു. നോക്കുമ്പോൾ ആ രത്നമിരിക്കുന്ന പെട്ടിയുടെ താക്കോല് കാണുന്നില്ല. പെട്ടെന്ന് അതുവഴി ഒരുത്തി ഓടുന്നത് കണ്ട് അതാ കള്ളനെന്ന് എയർഗൺ വിളിച്ചു പറയുകയും ഉടൻ എഡ്ഡി അവളെ പിടിച്ചു നിർത്തുകയും ചെയ്യും. അവരെല്ലാം കണ്ട് ആ കള്ളിയാകെ ഞെട്ടിപ്പോവുകയും അവർ അവളെ പിടികൂടി എയർഗന്റെ മുന്നിൽ കൊണ്ടുവരികയും ചെയ്യും. ശേഷം അവളെ ഒന്ന് കുലുക്കുമ്പോൾ ആ താക്കോൽ താഴെ വീഴുകയും നീ എന്റെ പെട്ടിയുടെ താക്കോല് മോഷ്ടിക്കാൻ ശ്രമിച്ചു അല്ലേന്ന് പറഞ്ഞുകൊണ്ട് അവൻ ദേഷ്യപ്പെടുകയും ചെയ്യുന്നു. അയ്യോ ഞാനൊന്നും ചെയ്തില്ല, എനിക്ക് പേടി കാരണം ശ്വാസം മുട്ടിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ അവൾ പറയുമ്പോൾ ഇതുപോലത്തെ സിറ്റുവേഷനിൽ സ്പെൻസറിന് ശ്വാസം മുട്ടാറുണ്ടെന്നും ഇത് അവനാണെന്ന് തോന്നുന്നുവെന്നും അവർ പറയുന്നു. എന്നാൽ അപ്പോഴേക്കും എയർഗൺ ഒരു കത്തിയെടുത്ത് എറിഞ്ഞ് അവളെ കൊന്നുകളയുന്നു. അല്പസമയത്തിനുള്ളിൽ മുകളിൽ നിന്ന് നേരെ അവൾ താഴേക്ക് വന്നു വീഴുന്നു. നോക്കുമ്പോൾ ഇനി 2 ലൈഫ് കൂടിയാണുള്ളത്. പെട്ടെന്ന് മറ്റുള്ളവർ അവിടേക്ക് വരികയും നീ സ്പെൻസർ ആണല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആണ്, നിങ്ങളൊക്കെ എന്താ ഇവിടെ എന്ന് അവൻ ചോദിക്കുന്നു. ഞങ്ങൾ നിന്നെ തേടി വന്നതാണെന്നും ഞാൻ ഫ്രിഡ്ജ് ആണെന്നും അവൻ പറയുമ്പോൾ ആള് മാറിയോ, അപ്പൊ ഇവരൊക്കെ ആരാന്ന് ചോദിക്കുന്നു. ഞാൻ മൈലോ അപ്പൂപ്പനാണ് എന്ന് അയാൾ പറയുമ്പോൾ ബ്രേവ് സ്റ്റോണായി നിൽക്കുന്നത് എഡ്ഡി അപ്പൂപ്പനാണെന്ന് അവന് മനസ്സിലാവുന്നു. അങ്ങനെ ഓരോരുത്തരും ആരൊക്കെയാണെന്ന് പരിചയപ്പെട്ട് അവർ സംസാരിക്കുകയും ഇതിനിടെ അവർ നോക്കുമ്പോൾ വില്ലന്മാരുടെ ടീം രത്നമിരിക്കുന്ന പെട്ടിയുമായി വരുന്നതായി കാണുകയും അവർ അതും കൊണ്ട് അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പുറപ്പെട്ടു പോവുകയും ചെയ്യുന്നു. ഇത് അവർ ഒളിച്ചു നിന്ന് കാണുകയും പക്ഷെ ആ താക്കോലിന്റെ കയ്യിൽ വരെ എത്തിയതായിരുന്നു. നിങ്ങൾ തടഞ്ഞില്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ ഗെയിം ഫിനിഷ് ചെയ്യാൻ പറ്റിയെന്നൊക്കെ സ്പെൻസർ പറയും. നീ എന്തിനാടാ പൊട്ട പിന്നെയും ഈ ഗെയിമിലേക്ക് വന്നത്? ഇനി ഇതിലേക്ക് വരാതിരിക്കാനും ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാനും വേണ്ടിയല്ലേ നമ്മൾ ആ പെട്ടി നശിപ്പിച്ചത് എന്നൊക്കെ ഫ്രിഡ്ജ് പറയുമ്പോൾ അന്ന് നമ്മൾ നശിപ്പിച്ചതിന് ശേഷം ഞാൻ ആ പെട്ടി എടുത്തുകൊണ്ട് വന്നു. കാരണം നമ്മുടെ ലോകത്ത് ഞാൻ ഒന്നിനും കൊള്ളാത്ത ഒരു പൊട്ടനാണ്. പക്ഷെ ഈ ലോകത്താണെങ്കിൽ എനിക്ക് നല്ല ആരോഗ്യമുള്ള ഈ ബ്രേവ് സ്റ്റോൺ ആയി ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ചാണ് വന്നത്. പക്ഷേ കിട്ടിയതാണെങ്കിലോ ഒരു കള്ളിയായ പെണ്ണായിട്ട് എന്ന് പറഞ്ഞ് തന്റെ കഴിവുകൾ അവൻ കാണിക്കുന്നു. പോക്കറ്റ് അടിക്കലും മറ്റുമൊക്കെയാണ് സ്പെൻസറിന്റെ സ്ട്രെങ്ത്. ഇതിനിടെ നേരത്തെ കണ്ട പെൺകുട്ടി അവിടേക്ക് ഓടി വരുന്നതായി അവർ കാണുകയും എഡ്ഡി അപ്പൂപ്പന്റെ അടുത്ത് വന്ന് എയർഗനും കൂട്ടരും തിരിച്ച് അവന്റെ കോട്ടയിലേക്ക് തന്നെ പോവുകയാണെന്നും അവിടെ വെച്ച് അവർ കബാബിക് സഹോദരന്മാരെ കാണുമെന്നും എയർഗൺ ആ രത്നം കബാബിക് സഹോദരന്മാർക്ക് കൊടുത്ത് അവരുമായി സഖ്യം പ്രഖ്യാപിക്കും. അതിനു മുമ്പ് നീ ആ രത്നം എടുത്തില്ലെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് അവൾ പറയുന്നു. ഇത്രയും പറഞ്ഞ ശേഷം അവൾ അവിടെ നിന്ന് ഓടിക്കളയും. നമുക്ക് എയർഗന്റെ അടുത്തേക്ക് എത്തണമെങ്കിൽ ഈ മരുഭൂമിയിലൂടെ അവന്റെ കോട്ടയിലേക്ക് പോയേ പറ്റുള്ളൂ. അതിന് നമുക്ക് ഒട്ടകങ്ങൾ വേണം. ഒട്ടകത്തിന്റെ തൊഴുത്ത് ഇവിടെ തന്നെയുണ്ട് എന്ന് അവർ പറയുന്നു. ഡെസർട്ട് ഫുഡ് എന്ന് പറയുന്ന ഒരു സാധനം കണ്ടുപിടിക്കണമെന്ന് ഈ ലെവലിൽ പറയുന്നുണ്ടല്ലോ എന്ന് മാർത്ത ചോദിക്കുമ്പോൾ അത് ഇവിടെ തന്നെ എവിടെയെങ്കിലും കാണും, നിങ്ങൾ പോയി കണ്ടുപിടിക്കാൻ സ്പെൻസർ പറയും. അങ്ങനെ സ്പെൻസർ നേരെ ഒട്ടകത്തൊഴുത്തിന്റെ അടുത്ത് ചെന്ന് അവിടെ ക്ലിയർ ആയെന്ന് ഉറപ്പായ ശേഷം ഞാനും മൈലോയും അകത്ത് പോകാമെന്നും അപ്പാപ്പൻ ഇവിടെ നിന്ന് ആരും അങ്ങോട്ട് വരാതെ തടഞ്ഞോളണമെന്നും പറയുന്നു. ശേഷം അവർ ആ തൊഴുത്തിന്റെ ഉള്ളിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെ ഒരുപാട് ഒട്ടകങ്ങൾ നിൽക്കുന്നു. ശേഷം അവൻ ഒട്ടകങ്ങളോട് പുറത്തേക്ക് ഇറങ്ങാനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവറ്റകൾ അതൊന്നും കേൾക്കാതെ മൈലോയോട് ഓരോന്ന് പറയാൻ തുടങ്ങുകയും മൈലോ അവരോട് ഓരോ മറുപടി പറയാൻ തുടങ്ങുകയും ചെയ്യും. നിങ്ങളിപ്പോ ഈ ഒട്ടകത്തോടാണോ സംസാരിച്ചത്? നിങ്ങളുടെ മെനു ഒന്ന് തട്ടിക്കെന്ന് സ്പെൻസർ പറയുമ്പോൾ അയാൾ മെനു ഓണാക്കുകയും അതിൽ മൈലോയുടെ സ്ട്രെങ്ത്തിൽ മൃഗങ്ങളോട് സംസാരിക്കാൻ കഴിയുമെന്നുള്ളത് സ്പെൻസറിന് മനസ്സിലാവുകയും ചെയ്യുന്നു. നമ്മുടെ പ്ലാനുകളൊക്കെ ഇവരോട് പറയാനും നമുക്ക് പോകാമെന്നുമൊക്കെ സ്പെൻസർ പറയുകയും അത് വെച്ചിട്ട് മൈലോ ഒട്ടകങ്ങളോട് സംസാരിച്ച് പോകുന്ന കാര്യങ്ങളെ പറ്റി പറയുകയും ചെയ്യുന്നു. ഈ സമയം പുറത്തു നിൽക്കുന്ന എഡ്ഡി അപ്പൂപ്പൻ നോക്കുമ്പോൾ രണ്ടുപേർ അതുവഴി നടന്നു പോകുന്നതായി കാണുകയും കളിച്ചു നിൽക്കാതെ പെട്ടെന്ന് പോടാന്ന് അവരോട് പറയുകയും ചെയ്യും. ഇല്ലെങ്കിൽ നീ എന്തോ ചെയ്യുമെന്ന് അവൻ ചോദിക്കുമ്പോൾ ഇടിച്ച് പഞ്ചറാക്കുകയും ചെയ്യും. തന്റെ ശക്തി കണ്ട് എഡ്ഡി തന്നെ ഞെട്ടി നിൽക്കുകയാണ്. ഉടൻ അടുത്തവൻ അവിടേക്ക് വരികയും അവനെയും അടിച്ച് ശരിയാക്കുകയും ചെയ്യും. അപ്പോഴേക്കും ഒരുപാട് ആളുകൾ അവിടെ നിന്ന് വരികയും വാടാ വാടാ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തരായി അടിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. അങ്ങനെ വരുന്നവന്മാരെല്ലാം വളരെ സ്റ്റൈലിഷ് ആയി തന്നെ അടിച്ച് പഞ്ചറാക്കുകയും അയാൾക്ക് വലിയ സന്തോഷമാവുകയും ചെയ്യും. ഈ സമയം ഫ്രിഡ്ജും മാർത്തയും ഡെസർട്ട് ഫ്രൂട്ട് അവിടേക്ക് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. തപ്പി അവർ ഒരു പ്രത്യേക സ്ഥലത്ത് എത്തുകയും അവിടെ വളരെ
പ്രത്യേകതയുള്ള ഒരു മരം നിൽക്കുന്നതായി കാണുകയും ചെയ്യുന്നു. അവർ നോക്കുമ്പോൾ ജുമാൻജി ബെറി ട്രീ ആണ് അതെന്ന് അവിടെ എഴുതി വെച്ചിരിക്കുന്നു. അപ്പോഴാണ് ആ മരത്തിൽ അടുത്ത ലെവലിലേക്ക് പോകാൻ ആവശ്യമായ ഡെസർട്ട് ഫ്രൂട്ട് നിൽക്കുന്നതായി കാണുന്നത്. അത് എങ്ങനെ എടുക്കുമെന്നറിയാതെ അവർ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് പോകാൻ വഴിയൊന്നുമില്ല. ഈ വെള്ളത്തിലിറങ്ങി അത് എടുക്കാമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ വെള്ളത്തിലിറങ്ങുമ്പോൾ തന്നെ നമ്മൾ ചത്തുപോകും. പിന്നെ എന്ത് ചെയ്യുമെന്നൊക്കെ അവർ പറഞ്ഞു നിൽക്കുന്നതിനിടെ അവിടെ ചില പ്രത്യേക കുറ്റിയൊക്കെ ഇരിക്കുന്നതായി അവർ കാണുകയും ഈ തീജ്വാലകൾ തൂക്കിയിട്ടിരിക്കുന്നത് ഒരു പ്രത്യേക പാറ്റേണിലാണല്ലോ എന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മാർത്ത ഓടിച്ചെന്ന് അതിൽ ചാടി തൂങ്ങുകയും മുന്നോട്ട് പോകാൻ തുടങ്ങുകയും ആ മരത്തിൽ എത്തുകയും ചെയ്യുന്നു. അങ്ങനെ അവൾ ഒരുവിധം ആ ഫ്രൂട്ടിന്റെ അടുത്തെത്തുകയും അത് പറിക്കുമ്പോഴേക്കും അവൾ നേരെ വെള്ളത്തിലേക്ക് ചെന്ന് വീഴുകയും ചെയ്യുന്നു. ഇത് കണ്ട് ഫ്രിഡ്ജിന്റെ കിളി പോയി നിൽക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ അവൾ മുകളിലേക്ക് പൊങ്ങി വരികയും അവളെ സഹായിക്കാനായി ഫ്രിഡ്ജ് ചെന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങിയ ശേഷം അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ച് കരയിലേക്ക് കയറ്റുന്നു. പെട്ടെന്ന് എന്തോ സംഭവിച്ച് അവർ രണ്ടുപേരും തെറിച്ച് വീഴുകയും കിളി പോയ ശേഷം എഴുന്നേറ്റ് നോക്കുമ്പോൾ രണ്ടുപേർക്കും എന്തോ മാറ്റം സംഭവിച്ചതായി കാണുകയും ചെയ്യും. അപ്പോഴാണ് അവരത് തിരിച്ചറിയുന്നത്. രണ്ടുപേരും പരസ്പരം ക്യാരക്ടർ മാറിയിരിക്കുന്നു. ഫ്രിഡ്ജ് നോക്കുമ്പോൾ അവന് നന്നായിട്ട് ചാടാനും മറ്റുമൊക്കെ കഴിയുന്നുണ്ട്. ഈ ശരീരമായിരുന്നു എനിക്ക് വേണ്ടെന്നൊക്കെ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി നീ ചെയ്തതുപോലെ ഞാനും ഒന്ന് ചെയ്തൊക്കെ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഓടിച്ചെന്ന് നേരത്തെ മാർത്ത ചെയ്തതുപോലെ അതിലൊക്കെ ചാടി തൂങ്ങുകയും മരത്തിൽ തൂങ്ങുന്നതിനിടെ നേരെ വെള്ളത്തിലേക്ക് വീഴുകയും ചെയ്യുന്നു. ഇതോടെ അവനെ രക്ഷിക്കാനായി മാർത്ത നേരെ ചെന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങുകയും കരയിലേക്ക് വലിച്ചു കയറ്റുകയും ചെയ്യുമ്പോൾ വീണ്ടും നേരത്തെ പോലെ സംഭവിച്ച് രണ്ടുപേരും മറിഞ്ഞു വീഴുകയും ഒരുവിധം എഴുന്നേറ്റ് നോക്കുമ്പോൾ അവർ വീണ്ടും പഴയതുപോലെ തന്നെ ശരീരങ്ങൾ മാറിയതായി മനസ്സിലാക്കുകയും ചെയ്യും. ഞാൻ വീണ്ടും ഈ തടിച്ചനായോ എന്ന് പറഞ്ഞുകൊണ്ട് ഫ്രിഡ്ജ് ആകെ വിഷമിക്കുന്നു. ഇനി നമുക്ക് എത്രയും വേഗം ഇവിടെ നിന്ന് പോകാമെന്ന് മാർത്ത പറയുന്നു. ഈ സമയം എല്ലാവരെയും അടിച്ചു നിരത്തിയിട്ട് എഡ്ഡി അപ്പൂപ്പൻ അവിടെ നിൽക്കുകയാണ്. പെട്ടെന്ന് ഒരുപാട് പ്രധാനപ്പെട്ട ആളുകളൊക്കെ അവിടേക്ക് വരികയും അവരോട് കളിച്ചാൽ ശരിയാവില്ലെന്ന് മനസ്സിലാക്കി എഡ്ഡി നേരെ മറ്റുള്ളവരുടെ അടുത്തേക്ക് ചെന്ന് പുറത്ത് സീനാണെന്ന് പറയുകയും ഓക്കെ എങ്കിൽ നമുക്ക് പോകാൻ സമയമായെന്ന് മൈലോ ഒട്ടാങ്ങളോട് പറയുകയും ചെയ്യുന്നു. നീ ഒട്ടകത്തിനോടാണോ സംസാരിക്കുന്നതെന്നൊക്കെ എഡ്ഡി ചോദിക്കുകയാണ്. അതെ, എനിക്ക് ഇവരോടൊക്കെ സംസാരിക്കാൻ പറ്റുമെന്ന് മൈലോ പറയുന്നു. അങ്ങനെ അവർ ഒട്ടകങ്ങളുമായി അവിടെ നിന്ന് പുറത്തേക്ക് കടന്നിരിക്കുകയാണ്. ദൂരെ ഒരിടത്തായി ഫ്രിഡ്ജും മാർത്തയും അവരെ കാത്തിരിക്കുകയും അങ്ങനെ അവരെല്ലാവരും അവിടെ വെച്ച് ഒന്നിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് ആ ഫ്രൂട്ട് കിട്ടിയോന്ന് സ്പെൻസർ ചോദിക്കുമ്പോൾ കിട്ടി, പക്ഷെ അതിന് ഒരു 45 കിലോ വെയിറ്റ് ഉണ്ട് എന്ന് മാർത്ത പറയും. പെട്ടെന്ന് ദൂരെ നിന്ന് ഒരുപാട് പേർ അവരെ തേടി വരുന്നതായി കാണുകയും പെട്ടെന്ന് നമുക്ക് രക്ഷപ്പെടാമെന്ന് പറയുമ്പോൾ അതൊന്നും വേണ്ട, അവന്മാരെയൊക്കെ ഞാൻ പഞ്ഞി കിട്ടോളാമെന്ന് എഡ്ഡി അപ്പൂപ്പൻ പറയും. അയ്യോ അതൊന്നും പറ്റില്ല, ഇത്രയും പേരെ നീ എന്ത് ചെയ്യാനാന്നൊക്കെ അവർ ചോദിക്കുമ്പോൾ ഇതിനപ്പുറം ആളുകൾ വന്നാലും എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നൊക്കെ എഡ്ഡി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ ഒരു മിസൈല് നേരെ വന്ന് അവരുടെ മണ്ടയ്ക്ക് പതിക്കുന്നു. എല്ലാവരും അതോടെ ചത്തിരിക്കുകയാണ്. ഇതോടെ വീണ്ടും അവർ ആകാശത്ത് നിന്നും പൊട്ടി വീഴുകയും എല്ലാവരും അവനെ ദേഷ്യത്തോടെ നോക്കുകയും ചെയ്യും. കഥയുടെ ബാക്കി കേൾക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങളുടെ വീട്ടിൽ അക്ഷരം പഠിക്കുന്ന കുട്ടികളുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിയുടെ കൈയക്ഷരം മോശമാണോ? എങ്കിലിതാ അവർക്ക് വേണ്ടി ഒരു മാജിക്കൽ ഡയറി. 3 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് അക്ഷരങ്ങളും അക്കങ്ങളും എഴുതി പഠിക്കുകയും കൈയക്ഷരം ശരിയാക്കുകയും ചെയ്യാം. ഈ ബുക്കുകളോടൊപ്പം എഴുതാനായി ഒരു മാജിക്കൽ പേനയും ഒരു ഫിഷിന്റെ ഷേപ്പിലുള്ള ഗ്രിപ്പും 10 റീഫിലുകളും ലഭിക്കുന്നു. ഇതുപയോഗിച്ച് എഴുതിയാൽ 5 മിനിറ്റിനുള്ളിൽ എഴുതിയ അക്ഷരങ്ങൾ മാഞ്ഞു പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇതിൽ വീണ്ടും വീണ്ടും എഴുതി പ്രാക്ടീസ് ചെയ്യാം. നമ്പേഴ്സ്, ഇംഗ്ലീഷ് ആൽഫബറ്റ്സ്, മാത്സ്, ഡ്രോയിങ് എന്നിങ്ങനെ അടങ്ങുന്ന 4 ബുക്കുകളും മാജിക് പേനയും അതോടൊപ്പം ലഭിക്കുന്ന റീഫിലുകളും ചേർത്ത് ഓഫർ പ്രൈസായ 199 രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ്. പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യാനായി ഇപ്പോൾ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമന്റ് ബോക്സിലോ ഉള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഓർഡർ ചെയ്യൂ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ അവർ അവിടെ നിന്ന് ഒരുപാട് ദൂരം താണ്ടി മാപ്പൊക്കെ നോക്കി എയർഗന്റെ കോട്ടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മൈലയാണെങ്കിൽ റെസ്റ്റോറന്റ് നടത്തിയിരുന്നപ്പോഴുണ്ടായ കാര്യങ്ങളൊക്കെ എഡ്ഡിയോട് പറയുകയും നിന്റെ ഒരു വർത്താനവും കേൾക്കാൻ എനിക്ക് താല്പര്യമില്ലെന്നൊക്കെ പറഞ്ഞ് എഡ്ഡി അവനോട് ചൂടാവുകയും ഒക്കെ ചെയ്യുന്നു. നീ വെറുതെ എന്തിനാണ് ഇങ്ങനെ ചൂടാവുന്നത്? നിന്റെ സ്വഭാവം സഹിക്കാൻ പറ്റാഞ്ഞിട്ട് തന്നെയാ ഞാൻ ആ റെസ്റ്റോറന്റ് നിർത്തിയെന്നൊക്കെ മൈലോ പറയുന്നു. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും നല്ല വഴക്കാവുകയും നീ വലിയ ശക്തനാണെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇങ്ങനെയൊക്കെ പറയുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്നോട് ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാൻ പറഞ്ഞുകൊണ്ട് മൈലോ ഒട്ടകത്തിൽ നിന്നും താഴെ ഇറങ്ങുന്നു. അങ്ങനെ അവർ രണ്ടുപേരും തല്ലുകൂടാൻ തയ്യാറായി നിൽക്കുകയാണ്. എഡ്ഡിയോട് തല്ലുകൂടാൻ പോവല്ലേ, അത് ശരിയാവില്ലെന്നൊക്കെ മറ്റുള്ളവർ വിളിച്ചു പറയുമെങ്കിലും ഇവന്റെ അഹങ്കാരം എനിക്കൊന്ന് തീർത്തേ പറ്റുള്ളൂ എന്നൊക്കെ മൈലോ പറയുകയും അയാൾ എഡ്ഡിയെ അടിക്കുകയും ചെയ്യുന്നു. എഡ്ഡി അതുപോലെ തിരിച്ചൊരെണ്ണം കൊടുക്കുമ്പോൾ അയാൾ തെറിച്ച് നേരെ ചെന്ന് അവിടെ ഇടിച്ചു വീഴുകയും അവിടെ ഇരുന്ന കല്ല് മുകളിലേക്ക് വീണ് മൈലോ മരിക്കുകയും ചെയ്യും. ഇതോടെ വീണ്ടും അവൻ ആകാശത്ത് നിന്ന് പൊട്ടി വീണിരിക്കുകയാണ്. ഇനി നിന്നോട് അടികൂടാൻ ഞാനില്ലെന്നൊക്കെ മൈലോ പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ വെറുതെ അടികൂടി ലൈഫ് കളയല്ലേ എന്നൊക്കെ മറ്റുള്ളവർ പറയുന്നു. അങ്ങനെ അവർ ആ മരുഭൂമിയൊക്കെ താണ്ടി ഒരിടത്ത് ചെല്ലുമ്പോൾ ഒട്ടകങ്ങൾ നിൽക്കുകയും മൈലോ ഒട്ടകങ്ങളോട് സംസാരിച്ച ശേഷം ഇനി അങ്ങോട്ട് ഇവർ വരില്ലെന്നാണ് പറയുന്നതെന്നും എയർഗന്റെ കോട്ടയിലേക്ക് പോകാൻ അപ്പുറത്തെ വഴിയിലൂടെ വലത്തേക്ക് തിരിയണമെന്നുമാണെന്ന് അവൻ പറയുന്നു. അങ്ങനെ അവിടെ നിന്ന് നടന്ന് അവർ ഒരുപാട് പാലങ്ങളൊക്കെയുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. പല രീതിയിലും ആ പാലങ്ങൾ നിരത്തി വെച്ചിരിക്കുന്നു. അടിയിലാണെങ്കിൽ വലിയ കുഴിയും. ഇവിടെ നിന്ന് നമ്മൾ എങ്ങനെ പോകുമെന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇത് എളുപ്പമാണ്. ഈ പാലത്തിൽ നിന്ന് 30 ഡിഗ്രി വലത്തേക്ക് അടുത്തതിൽ ചാടി അവിടെ നിന്ന് 80 ഡിഗ്രിയിൽ നിൽക്കുന്ന മറ്റേതിലേക്ക് ചാടണമെന്നൊക്കെ പറയുമ്പോഴാണ് ഓ ഞാൻ
ജിയോമെട്രിയിൽ സ്പെഷ്യലിസ്റ്റ് ആണല്ലോ, അതുകൊണ്ടാണ് എനിക്കിതെല്ലാം അറിയാൻ കഴിയുന്നതെന്ന് അവൻ പറയും. ഞാൻ എന്തായാലും ആദ്യം പോകാമെന്ന് പറഞ്ഞ് എഡ്ഡി അപ്പൂപ്പൻ നേരെ ചെന്ന് അപ്പോൾ തന്നെ ആ പാലത്തിലേക്ക് കയറുന്നു. അപ്പോഴേക്കും ജുമാൻജിയിലെ ആ സൗണ്ട് കേൾക്കാൻ തുടങ്ങുകയും എഡ്ഡി നിൽക്കുന്നതുൾപ്പെടെ എല്ലാ പാലങ്ങളും കറങ്ങിക്കൊണ്ടിരിക്കാൻ തുടങ്ങുകയും ചെയ്യും. ഇത് കണ്ട് എല്ലാവരും കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. അത് കറങ്ങിത്തിരിഞ്ഞ് പിന്നെയും അവരുടെ നേർക്ക് വരുമ്പോഴേക്കും അവർ ഓരോരുത്തരായി എല്ലാവരും അതിലേക്ക് ചാടി കയറാൻ തുടങ്ങുന്നു. എന്നാൽ മൈലോ വന്ന് ചാടി കയറുമ്പോൾ അത് പൊളിഞ്ഞ് താഴേക്ക് പോകുന്നു. അങ്ങനെ ഒരുവിധം അവർ അതിൽ നിന്ന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവർ അത് ശ്രദ്ധിക്കുന്നത്. അവിടെയുള്ള വലിയ കല്ലിൽ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. എന്താണെന്ന് മനസ്സിലാവാതെ അവരെല്ലാവരും പേടിച്ച് നോക്കുമ്പോഴാണ് അത് എന്തോ ജീവികളാണെന്ന് അവർക്ക് മനസ്സിലാവുന്നത്. അത് കുറെ ഭീകരന്മാരായിട്ടുള്ള ചിമ്പാൻസി കൂട്ടങ്ങളാണ്. ഇത് കണ്ട് അവർ പേടിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ്. കുരങ്ങന്മാരെല്ലാം വളരെ വേഗത്തിൽ അവരുടെ നേർക്ക് വന്നുകൊണ്ടിരിക്കുന്നു. പോകുന്നതിനിടെ അവരെ പറ്റിയൊക്കെ മൈലോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുരങ്ങ് വർഗത്തിൽ ഏറ്റവും അപകടം പിടിച്ച ജീവികളാണിവ. അവരുടെ കയ്യിലെങ്ങാനും കിട്ടിയാൽ പിന്നെ നമ്മുടെ പല്ലും നഖവും പോലും ബാക്കി കിട്ടത്തില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഓരോ പാലവും കടന്ന് അവർ ചാടി ചാടി ആ പാറ്റേണിനൊത്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ മാർത്ത അടുത്ത പാലത്തിലേക്ക് ചാടുകയും അയ്യോ അതിലേക്കല്ല ചാടേണ്ടത് താഴെയുള്ളതിലേക്കാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ മറ്റേ പാലത്തിലേക്ക് ചാടാൻ തുടങ്ങുകയും ചെയ്യുന്നു. മാർത്തയാണെങ്കിൽ ആകെ പെട്ടിരിക്കുകയാണ്. അപ്പോഴേക്കും അവളുടെ തൊട്ടു പിന്നിൽ ഒരു കുരങ്ങൻ എത്തുകയും അത് അവളെ പിടിച്ച് തൂക്കിയെടുത്ത ശേഷം താഴേക്ക് വലിച്ചെറിയുന്നു. ഇത് കണ്ട് എല്ലാവരും ഞെട്ടി നിൽക്കുമ്പോൾ സ്പെൻസർ നിൽക്കുന്ന പാലത്തിലേക്ക് കുരങ്ങന്മാർ കൂട്ടമായി എത്തുകയും അവൻ ഓടിച്ചെന്ന് അപ്പുറത്തെ പാലത്തിലേക്ക് ചാടാൻ ശ്രമിക്കുന്നതിനിടെ കൈ കിട്ടാതെ താഴേക്ക് ചെന്ന് ഒരു പാലത്തിൽ ഇടിച്ച് നിരങ്ങി അവിടെയുള്ള കുരങ്ങനെയും ചവിട്ടിത്തെറിപ്പിച്ച് നേരെ താഴേക്ക് പോകുന്നു.